യോഗേശ ചൈതന്യമയാതിദേവ ശ്രീകാന്തവിഷ്ണോ ഭവതാജ്ഞയൈവ പ്രാതസമുദ്ധായ തവ പ്രിയാർത്ഥം സംസാരയാത്രാം അനുവർത്തയിഷ്യേ. എല്ലാ സുഹൃത്തുക്കൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധ അതാ അഷ്ടഷഷ്ടി തമോധ്യായ 68 അധ്യായത്തില് ഇന്ന് നമുക്ക് 36 മുതൽ 54 വരെയുള്ള ശ്ലോകങ്ങളാണ് ചർച്ച ചെയ്യേണ്ടത്. കുരുക്കൾ പറഞ്ഞ അപമാന വാക്കുകൾ കേട്ട ബലരാമൻ കോപാകുലനായി തന്റെ കലപ്പ കയ്യിലെടുത്ത് ഹസ്തിനപുരത്തെ ഗംഗയിൽ വീഴ്ത്താൻ വേണ്ടി നഗരത്തിന്റെ ചുറ്റുമുള്ള കോട്ടമതിലിന്റെ വലത് ഭാഗത്തിൽ ആഴത്തിൽ തന്റെ കലപ്പയെ പ്രവേശിപ്പിച്ചു. എന്നിട്ട് നഗരത്തെ ഗംഗയിലേക്ക് ആകർഷിച്ചു. അപ്പോൾ ഹസ്തിനാപുരം വട്ടത്തിൽ വട്ടത്തിൽ കറങ്ങാൻ തുടങ്ങി. കുരുക്കൾ പേടിച്ച് സാമ്പനെയും ലക്ഷ്മണനെയും ബലരാമന്റെ മുമ്പ് കൊണ്ട് നിർത്തി ക്ഷമ ചോദിച്ചു. എന്നിട്ട് ബലരാമനെ സ്തുതിച്ചു. ദുര്യോധനൻ ധാരാളം സമ്പത്തുകൾ തന്റെ പുത്രിക്ക് ശ്രീധനമായി കൊടുത്തു. അവരെ യാത്രയാക്കി. ബലരാമനല്ല, ദുര്യോധനൻ ധാരാളം സമ്പത്തുകൾ ശ്രീധനമായി കൊടുത്ത് അവരെ യാത്രയാക്കി. ബലരാമൻ സാമ്പനോടും ലക്ഷ്മണയോടും അതുപോലെ ബന്ധുക്കളോടും കൂടി ചേർന്ന് തിരിച്ച് ദ്വാരകയിൽ എത്തി. ഇത്രയും ഭാഗമാണ് നമുക്ക് ഇന്ന് ചർച്ച ചെയ്യേണ്ടത്. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 36. യസ്യ പാദയുഗം സാക്ഷാത് ശ്രീരുപാസ്തേഖിലേശ്വരീ സനാർഹതി കില ശ്രീശോ നരദേവ പരിച്ഛദാൻ. യസ്യ പാദയുഗം, യസ്യ യാതൊരുവന്റെ പാദയുഗം, പാദദ്വയത്തെ പാദങ്ങളെ അഖിലേശ്വരി എല്ലാറ്റിന്റെയും ഈശ്വരിയായ സാക്ഷാത് ശ്രീഹി സാക്ഷാത് ലക്ഷ്മി ദേവി ഉപാസിക്കുന്നുവോ സഹ ശ്രീശഹ ആ ലക്ഷ്മി വല്ലഭൻ നരദേവ പരിച്ഛദാൻ രാജാവിന്റെ ചിഹ്നങ്ങളെ ഞാൻ അർഹിക്കുന്നില്ല പോലും. അപ്പോ കുരുക്കൾ അവമാനിച്ചപ്പോൾ ബലരാമൻ പറയുന്ന വാക്കുകളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നാം കുറെ കേട്ടു. അപ്പൊ അതിന്റെ ബാക്കിയായിട്ട് ബലരാമൻ പറയുന്ന വാക്കുകളാണിത്. സകല ലോകത്തിലും കാണപ്പെടുന്ന സമസ്ത സമ്പത്തുകൾക്കും അധിഷ്ഠാന ദേവതയായിരിക്കുന്ന സാക്ഷാൽ ലക്ഷ്മി ദേവി യാതൊരുവന്റെ പാദയുഗളത്തെ സേവിച്ചുകൊണ്ടിരിക്കുന്നുവോ ആ ലക്ഷ്മി വല്ലഭനായ സാക്ഷാൽ ശ്രീകൃഷ്ണൻ മനുഷ്യലോകത്തുള്ള രാജചിഹ്നങ്ങൾ ധരിക്കാൻ അർഹനല്ല പോലും. ആ കുരുക്കളുടെ വാക്കുകേട്ട് ദേഷ്യപ്പെട്ട് ബലരാമൻ പറയുന്നതാണ്. യസ്യ പാദയുഗം സാക്ഷാത് ശ്രീരുപാസ്തേ അഖിലേശ്വരീ സനാർഹതി കില ശ്രീശോ നരദേവ പരിച്ഛദാൻ. ശ്ലോകം 37. യസ്യാംഗ്രി പത്മ യസ്യാംഗ്രി പങ്കജരജോ അഖില ലോകപാലൈർ മൗല്യുത്തമൈർധൃത ഉപാസിത തീർത്ഥതീർത്ഥം ബ്രഹ്മാഭവോ അഹമഭി യസ്യ കലാകലായ ശ്രീചോദ്വേഹമ ചിരമസ്യ നൃപാസനം ക്വാ. യസ്യ അംഘ്രി പങ്കജ രജഃ അഖില ലോകപാലൈഃ മൗലി ഉത്തമൈഃ ധൃത ഉപാസിത തീർത്ഥതീർത്ഥം
ബ്രഹ്മ ഭവഃ അഹം അപി യസ്യ കലായാഹ ശ്രീഹി ച ഉദ്ഹേമ ചിരം അസ്യ നൃപാസനം ക്വ യസ്യ അംഗ്രി പങ്കജരജോഖില ലോകപാലൈ അഖില ലോകപാലൈഹി അഖില ലോകപാലകന്മാരാൽ സമസ്ത പാലകന്മാരാൽ മൗലി ഉത്തമൈഹി മൗലി യുക്തങ്ങളായ ശിരസ്സുകളാൽ, അതായത് കിരീടങ്ങളാൽ അലങ്കരിക്കപ്പെട്ട ശിരസ്സുകളാൽ യസ്യ യാതൊരുവന്റെ ഉപാസിത തീർത്ഥം ഉപാസിക്കപ്പെട്ട തീർത്ഥങ്ങളോട് കൂടിയവർക്കും തീർത്ഥമായിരിക്കുന്ന, അതായത് ഇന്ദ്രാദി ദിക്പാലകന്മാരെല്ലാം അവരുടെ കിരീടങ്ങളാൽ അലങ്കരിക്കപ്പെട്ട ശിരസ്സുകൊണ്ട് യാതൊരുവന്റെ പാദകമലധൂളി ധരിക്കുന്നുവോ സകല തീർത്ഥങ്ങളിലും സ്നാനം ചെയ്ത് പരിശുദ്ധരായിരിക്കുന്ന യോഗീശ്വരന്മാർ യസ്യ യാതൊരുവന്റെ കലയുടെ അംശങ്ങളായിരിക്കുന്ന ബ്രഹ്മാവും ഭവഃ പരമശിവനും അഹമഭി ഞാനും എന്നിവിടെ പറയുന്നത് ബലരാമനാണ്. ശ്രീദേവിയും ചിരം വളരെ കാലമായിട്ട് ഉദ്ഹേമ വഹിക്കുന്നുവോ അസ്യ ഇവനും നിർവാസനം രാജാസനം ക്വ എവിടെ, അതായത് ലോകപാലകന്മാരെല്ലാം അവരുടെ കിരീടങ്ങളോടുകൂടി യാതൊരുവന്റെ പാദകമലങ്ങളിലാണോ നമസ്കരിക്കുന്നത്, അല്ലെങ്കിൽ ആ യാതൊരുവന്റെ ആ പാദകമലത്തിലെ ധൂളികളാണോ ധരിക്കപ്പെടുന്നത്, സകല തീർത്ഥങ്ങളിലും സ്നാനം ചെയ്ത് പരിശുദ്ധരായിരിക്കുന്ന യോഗീശ്വരന്മാർ അവരുടെ സകല സംസാര ദുഃഖങ്ങളും തീരാനായി യാതൊരുവന്റെ പാദധൂളി ഭാവനാശക്തിയാൽ ശിരസിൽ ധരിക്കുന്നുവോ സകല തീർത്ഥങ്ങളിലും വെച്ച് പരിശുദ്ധമായിരിക്കുന്ന ഭാഗീരഥി യാതൊരുവന്റെ പാദധൂളി സംയോഗ നിമിത്തം ആ പദവി സിദ്ധിച്ചുവോ, യാതൊരുവന്റെ അംശഭൂതന്മാരായ ബ്രഹ്മാവും പരമശിവനും ആദിശേഷരൂപനായ ഞാനും ശ്രീദേവിയും യാതൊരു പാദധൂളി ശിരസിൽ ധരിക്കുന്നുവോ ആ ശ്രീകൃഷ്ണന് ഈ സിംഹാസനത്തിന് യോഗ്യത ഇല്ലയോ എന്ന് ചോദിക്കുകയാണ്. അഹോ, പാമരന്മാരുടെ ഭ്രാന്തിവിലാസം അതിശയിക്കത്തക്കത് തന്നെ. അപ്പോ എല്ലാവരും ദേവേന്ദ്രനും ദിക്പാലകന്മാര്, അതുപോലെ ബ്രഹ്മാവ്, പിന്നെ പരമശിവൻ, ബലരാമൻ, ശ്രീദേവി എല്ലാവരും ആരുടെ പാദധൂളിയാണോ ശിരസിൽ ധരിക്കുന്നത്, യാതൊരുവന്റെ പാദധൂളി വീണ ആണോ ആ ഗംഗാനദി പവിത്രമായി തീർന്നത്, അങ്ങനെയുള്ള പാദധൂളി അത് ധരിക്കുന്ന ആ ഭഗവാൻ കൃഷ്ണൻ, അങ്ങനെയുള്ള ആ കൃഷ്ണന് സിംഹാസനത്തിന് യോഗ്യത ഇല്ലെന്നാണോ പറയുന്നത് എന്നാണ് ചോദിക്കുന്നത്. യസ്യാംഗ്രി പങ്കജരജോഖില ലോകപാലൈർ മൗല്യുത്തമൈർ ധൃതമുപാസിത തീർത്ഥം ബ്രഹ്മാഭവോ അഹമപി യസ്യ കലാകലായാം ശ്രീചോ ഉദ്വഹേമ ചിരമസ്യ നൃപാസനം ക്വാ. ശ്ലോകം 38. പുഞ്ചതേ ഗുരുഭിർദത്തം ഭൂഖണ്ഡം വൃഷ്ണയ കില ഉപാനഃ കില വയം സ്വയം തു കുരവ ശിരഃ. പുഞ്ചതേ കുരുഭിഃ ദത്തം ഭൂഖണ്ഡം വൃഷ്ണയഃ. വൃഷ്ണികൾ
കുരുഭികി കുരുക്കളാൽ ദത്തം ദാനം ചെയ്യപ്പെട്ട ഭൂഖണ്ഡ ഭൂമിഭാഗത്തെ ഭുജ്യതേക്കിൽ അനുഭവിക്കുന്നു പോലും. അപ്പൊ ഇവര് ദാനം ചെയ്ത ഭൂമിയാണ് നമ്മൾ അനുഭവിക്കുന്നത് എന്നാണ് ഇവര് പറയുന്നത്. ഭയം ഞങ്ങൾ ഉപാനഹാക്കില്ല പാദരക്ഷകൾ പോലും ഞങ്ങളെ ചെരുപ്പുകൾക്ക് തുല്യമായിട്ടാണ് അവർ ഉപമിച്ചിരിക്കുന്നത്. കുരവഹ തു കുരുക്കളാകട്ടെ സാക്ഷാൽ ശിരഹാക്കില്ല അവർ സാക്ഷാൽ ശിരസാണെന്ന്. കുരുക്കൾ ശിരസും ഞങ്ങള് ചെരുപ്പുമാണെന്നാണ് അവര് പറയുന്നത്. അപ്പൊ അത്രത്തോളം ആണ് അവര് ഞങ്ങളെ അപമാനിച്ചിരിക്കുന്നത്. അവർ പറഞ്ഞ വാക്കുകൾ വീണ്ടും വീണ്ടും ബലരാമൻ ആവർത്തിക്കുകയാണ്. പുഞ്ചതേ കുരുഭിർദത്തം ഭൂഖണ്ഡം വൃഷ്ണയക്കില ഉപാനഹക്കില വയം സ്വയം തൂ കുരവശ്ശിരഹ. ശ്ലോകം 39. അഹോ ഐശ്വര്യമത്താനാമിവ മാനിനാം അസംബദ്ധ ഗിരോരൂക്ഷ കസഹേതാനുശാസിതം. അഹോ മത്താനാം ഇവ മാനിനാം മത്തന്മാരെ പോലെ ഇരിക്കുന്ന ഐശ്വര്യമത്താന മത്തന്മാരായ, അതായത് മദ്യപാന നിമിത്തം മത്തന്മാരായിരിക്കുന്ന ഐശ്വര്യമത്തന്മാരായിരിക്കുന്ന മാനുകളുടെ അസംബന്ധ അന്യോന്യം ചേർച്ചയില്ലാത്തവയും രൂക്ഷ ക്രൂരങ്ങളുമായ വാക്കുകളെ അനുശാസിത ശാസിക്കാൻ സമർത്ഥനായിരിക്കുന്ന കഹ യാതൊരുവൻ സഹേത സഹിക്കും. അഹോ ആശ്ചര്യം. അപ്പൊ ഈ അവിവേകികളുടെ വാക്കുകൾ, മദ്യപാനം ചെയ്യുന്ന അവന്റെ വാക്ക്, അല്ലെങ്കിൽ ഐശ്വര്യം കൊണ്ട് മതമത്തനായിരിക്കുന്നവന്റെ വാക്കുകൾ, ശാസിക്കാൻ ശക്തനായിരിക്കുന്ന യാതൊരുവൻ സഹിക്കും. അപ്പൊ ബലരാമന് ഈ വാക്കുകളൊന്നും സഹിക്കാൻ പറ്റിയില്ല. അഹോ ഐശ്വര്യമത്താനാം ഇവ മാനിനാം അസംബദ്ധ ഗിരോരൂക്ഷ ക സഹേത അനുശാസിത. ശ്ലോകം 40. അദ്യ നിഷ്കൗരവീം പൃഥ്വീം കരിഷ്യാമിത്യമർഷിതഃ ഗൃഹീത്വാ ഹലമുത്ഥസ്ഥൗ ദഹന്നിവ ജഗത്രയം. അദ്യ ഇപ്പോൾ നിഷ്കൗരവീം പൃഥ്വീം ഭൂമിയെ നിഷ്കൗരവീം നിർഗതന്മാരായ കൗരവന്മാരോട് കൂടിയവരായിട്ട്, അതായത് കൗരവ വംശത്തെ മുഴുവനും ഇപ്പൊ ഞാൻ നിശേഷം നശിപ്പിക്കുന്നുണ്ട്. ബലരാമൻ ഇത്രയും പറഞ്ഞിട്ട് പറയാണ്, ഞാനിപ്പോ കൗരവരെ മുഴുവനും പൃഥ്വി ഭൂമിയെ നിഷ്കൗരവി കൗരവരില്ലാത്തതാക്കി തീർക്കും. കരിഷ്യാമി ഞാൻ ഇപ്പോൾ തന്നെ അത് ചെയ്യുന്നു. ഇതി അമർഷിത എന്ന് പറഞ്ഞ് ക്രോധിച്ചവനായി ജഗത്രയം 3 ലോകത്തെ ദഹിപ്പിക്കുന്നുവോ എന്ന് തോന്നുമാര്. അത്ര ദേഷ്യം ബലരാമനുണ്ട്. 3 ലോകത്തെയും ദഹിപ്പിക്കുമോ എന്ന് തോന്നുമാറ്. ഹലം തന്റെ ആ കലപ്പയെ ഗൃഹീത്വ എടുത്തിട്ട് ഉത്തസ്തൗ കൈ പിടിച്ച് എഴുന്നേറ്റ് നിന്നു. ഇപ്പൊ തന്നെ ഞാൻ ഈ ഭൂമിയെ ഇല്ലാതാക്കുന്നുണ്ട്, ഈ ഹസ്തിനാപുരത്തെ ഇല്ലാതാക്കുന്നുണ്ട്, ഇവരെ കൗരവന്മാർ ഇല്ലാതാക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് ദേഷ്യത്തോടുകൂടി കലപ്പ കയ്യിലെടുത്ത് എഴുന്നേറ്റു. അദ്യ നിഷ്കൗരവീം പൃഥ്വീം കരിഷ്യാമിത്യമർഷിതഃ ഗൃഹീത്വാ ഫലമുത്തസ്തൗ ദഹന്നിവ ജഗത്രയം. ശ്ലോകം 41. ലാംഗലാഗ്രേണ നഗരം ഉദ്വിദാര്യ ഗജാഹ്വയം വിജകർഷസ ഗംഗായാം പ്രഹരിഷ്യൻ അമർഷിതഃ. ലാംഗല അഗ്രേണ നഗരം ഉദ്വിദാര്യ ഗജാഹ്വയം വിജകർഷ സ ഗംഗായാം പ്രഹരിഷ്യൻ അമർഷിതഃ. ക്രോധത്തോടുകൂടിയ സഹ അവൻ ഗജാഹ്വയം ഹസ്തിനപുരം എന്നു പേരായ നഗരത്തെ ഉദ്വിദാര്യ പുഴക്കിയിട്ട് ഗംഗായാം ഗംഗയിൽ പ്രഹരിഷ്യൻ അതിനെ തള്ളാൻ ആഗ്രഹിച്ച് ലാംഗലാഗ്രേണ ലാംഗലത്തിന്റെ അഗ്രം കൊണ്ട് ആകർഷിച്ചു, കലപ്പയുടെ അഗ്രം കൊണ്ട് ആകർഷിച്ചു. അപ്പൊ ഹസ്തിനപുരത്തെ ഗംഗയിലേക്ക് ഒഴുക്കിക്കളയാമെന്നുള്ള വിചാരത്തോടുകൂടി
എന്ത് ചെയ്തു? ആ പുരിയെ മുഴുവനായി വീഴ്ത്താനായി നഗരത്തിന്റെ ചുറ്റുമുള്ള കോട്ടമതിലിന്റെ വലത്തു ഭാഗത്ത് ആഴത്തിൽ തന്റെ കലപ്പയുടെ അറ്റം കുത്തി ഗംഗയിലേക്ക് ഹസ്തിനാപുരത്തെ ആകർഷിച്ചു. ഗംഗയിലേക്ക് തള്ളിയിടാനായിട്ട്, അതായത് ഹസ്തിനാപുരം മുഴുവൻ വലിച്ചു ഗംഗയിലേക്ക് ഇടാൻ. അത്ര ശക്തിമാനാണ്, ആദിശേഷനാണല്ലോ ബലരാമൻ. ഹസ്തിനാപുരം നിൽക്കുന്ന ഭൂപ്രദേശത്തെ മൂടോടെ തന്നെ ഗംഗയിൽ വീഴ്ത്താനാണ് രാമൻ ഭാവിച്ചത്. അതിനുവേണ്ടി ഹസ്തിനാപുരത്തിന്റെ അന്തർഭാഗത്തിൽ കലപ്പയുടെ അഗ്രം കടത്തി. ലാംഗലാഗ്രേണ നഗരം ഉദ്വിദാര്യ ഗജാഹ്വയം വിചകർഷസ ഗംഗായാം പ്രഹരിഷ്യൻ അമർഷിതഃ. ശ്ലോകം 42. ജലയാനമിവാകൂർണം ഗംഗായാം നഗരം പതത് ആകൃഷ്യമാണമാലോക്യ കൗരവജാത സംഭ്രമാഹ. ജലയാനം ഇവ, അതായത് ജലയാനം എന്ന് പറഞ്ഞാൽ വെള്ളത്തിൽ കൂടി പോകുന്ന ഒരു തോണി, കപ്പല് അല്ലെങ്കിൽ വള്ളം. ഇവ ആകൂർണം തിരിഞ്ഞുകൊണ്ട് ആകർഷിക്കപ്പെടുന്ന നഗരം. അതായത് ഒരു വെള്ളത്തിൽ കൂടി പോകുന്ന തോണി എങ്ങനെയാണോ കറങ്ങുന്നത്, കാറ്റടിക്കുമ്പോൾ തോണി കിടന്ന് കറങ്ങുമല്ലോ, അതുപോലെ ആകർഷിക്കപ്പെടുന്ന നഗരം, രാജധാനി നിൽക്കുന്ന പട്ടണം, അതായത് ഹസ്തിനാപുരത്തെ ഗംഗയിൽ പതത് വീഴ്ത്താൻ ഭാവിക്കുന്നതായി കണ്ടിട്ട് കൗരവന്മാർ കുടുംബത്തോടു കൂടിയവരായി ജാതമായ സംഭ്രമത്തോടു കൂടിയവരായി. ഒരു വള്ളം കിടന്ന് വെള്ളത്തിൽ എങ്ങനെ കറങ്ങുമോ അതുപോലെ ഹസ്തിനാപുരം കിടന്ന് കറങ്ങുകയാണ്, വട്ടത്തിൽ കിടന്ന് കറങ്ങുകയാണ്. കലപ്പ കൊണ്ട് ഹസ്തിനാപുരത്തെ വലിച്ച് ഗംഗയിലേക്ക് തള്ളാൻ നോക്കുകയാണ്. അപ്പൊ ഹസ്തിനാപുരം കിടന്ന് കറങ്ങിയപ്പോൾ ആൾക്കാരെല്ലാം പേടിച്ചുപോയി. എല്ലാപേരും അതുപോലെ കിടന്ന് കറങ്ങൂലേ? എല്ലാപേരും കൗരവന്മാർ കുടുംബങ്ങളോടുകൂടി ജാതസംഭ്രമ. അവരെല്ലാം ഇപ്പൊ എന്ത് സംഭവിക്കുമോ, ഇതിനെ എങ്ങനെ നിർത്താം എന്ന് അവർ ഭയത്തോട് വെപ്രാളം പിടിച്ചു. ഹസ്തിനാപുരം കിടന്ന് കുലുങ്ങിയതാ ഗംഗയിലേക്ക് പോകാൻ പോവുകയാണ്. ഇനിയിപ്പോ എന്ത് ചെയ്യും എന്ന് പറഞ്ഞ ആളുകൾ പരിഭ്രാന്തരായി. ജലയാനം ഇവ കൂർണം ഗംഗായ നഗരം പതത് ആകൃഷ്യമാണമാലോക്യ കൗരവജാത സംഭ്രമാഹ തമേവ ശരണം ജഗ്മു സകുടുംബ ജിജീവിഷഃ സലക്ഷ്മണം പുരസ്കൃത്യ സാംബം പ്രാഞ്ജലയ പ്രഭും തം ഏവ ശരണം ജഗ്മു സകുടുംബം ജിജീവിഷവഃ ജീവിക്കാൻ ആഗ്രഹത്തോടു കൂടിയവരായിട്ട് കുരുക്കൾ എന്ത് ചെയ്തു? കൗരവന്മാർ ലക്ഷ്മണയോടുകൂടിയ സാമ്പനെ പുരസ്കൃത്യ മുമ്പിൽ കൊണ്ട് നിർത്തി. ലക്ഷ്മണയും സാമ്പനെയും മുമ്പിൽ കൊണ്ട് നിർത്തിയിട്ട് പ്രാഞ്ജലയക കൈകൂപ്പി തൊഴുതുകൊണ്ട് പ്രഭും എന്തു ചെയ്യാൻ സമർത്ഥനായിരിക്കുന്ന പ്രഭുവായിരിക്കുന്ന തമയവ അവനെ തന്നെ, ആ ബലരാമനെ തന്നെ ശരണമായിട്ട് ജഗ്മു പ്രാപിച്ചു. അപ്പോ അവർക്ക് ജീവിക്കാൻ ആഗ്രഹമുണ്ടല്ലോ. ഇപ്പൊ തന്നെ ഹസ്തിനാപുരം ഗംഗയിൽ താഴ്ന്നു പോകും. അവർ പേടിച്ച് ഓടിക്കൊണ്ടുവന്ന് എന്ത് ചെയ്തു? സാമ്പനെയും ലക്ഷ്മണയെയും കൊണ്ടുവന്ന് ബലരാമന്റെ മുമ്പ് നിർത്തിയിട്ട് സാഷ്ടാംഗം നമസ്കരിച്ചു. ബലരാമനെ ശരണം പ്രാപിച്ചു. ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് അപേക്ഷിച്ചു. തമേവ ശരണം ജഗ്മു സകുടുംബ ജിജീവിഷവഃ സലക്ഷ്മണം പുരസ്കൃത്യ സാംബം പ്രാഞ്ജലയ പ്രഭും. ശ്ലോകം 44. രാമ രാമാഖിലാധാര പ്രഭാവം ന വിദാമതേ മൂഢാനാം ന കുബുദ്ധീനാം ക്ഷന്തും അർഹസ്യ അതിക്രമം. രാമ അപ്പൊ അവര് വിളിച്ചെന്താണ്? രാമ അഖില ആധാര, എല്ലാത്തിനും
ആധാരമായിട്ടുള്ള രാമ, എല്ലാത്തിനെയും വഹിച്ചുകൊണ്ട് സർവ ആധാരമായിരിക്കുന്ന അല്ലയോ പ്രഭോ, തേ പ്രഭാവം, അങ്ങയുടെ വൈഭവത്തെ നവിതാമ, ഞങ്ങൾ അറിഞ്ഞില്ല. മൂഢാനാം, അറിവില്ലാത്തവരും, കുബുദ്ധീന, കുത്സിത ബുദ്ധികളുമായ, നഹ, ഞങ്ങളുടെ അതിക്രമത്തെ ക്ഷന്തും, ക്ഷമിക്കാനായിക്കൊണ്ട്, അർഹസ്യ, അർഹിക്കുന്നു. അപ്പോൾ ഞങ്ങൾ ചെയ്ത അപരാധത്തെ അങ്ങ് ക്ഷമിക്കണമേ. അങ്ങയുടെ വൈഭവത്തെ ഞങ്ങൾ അറിഞ്ഞില്ല. ഞങ്ങൾ മൂഢന്മാരാണ്, കുത്സിത ബുദ്ധിക്കാരാണ്. അതുകൊണ്ട് ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന് അവർ അപേക്ഷിച്ചു. രാമ രാമാഖിലാധാര പ്രഭാവം ന വിദാമതേ മൂഢാന കുബുദ്ധീനാം ക്ഷന്തുമർഹസ്യ അതിക്രമം. ശ്ലോകം 45. സ്ഥിത്യുൽപത്യപ്യയാനാം ത്വമേകോ ഹേതുർനിരാശ്രയഃ ലോകാൻ ക്രീഡനകാനീശ ക്രീഡനതസ്തേ വദന്തിഹി. സ്ഥിതി, ഉൽപ്പത്തി, അപ്യയാനാം. സ്ഥിതി, ഉൽപ്പത്യ, അപ്യയാനാം. ത്വമേകോ ഹേതുഹി നിരാശ്രയഃ. നിരാശ്രയഃ, ആശ്രയമില്ലാത്തവനായ ത്വം, നിന്തിരുവടി, സ്ഥിതി, ഉൽപ്പത്തി, അപ്യയാന, സൃഷ്ടിസ്ഥിതി സംഹാരം ഇവയുടെ ഏകമായ ഹേതു, കാരണമാകുന്നു. അങ്ങ് എല്ലാത്തിൻ്റെയും ആശ്രയമാണ്. അങ്ങയ്ക്ക് മറ്റൊരാശ്രയം ഇല്ല. അങ്ങനെയുള്ള സൃഷ്ടിസ്ഥിതി സംഹാരത്തിന്റെ ഏക ആശ്രയമാണ് അങ്ങ്. ഈശ, ഹേ ഈശ്വര, ക്രീഡത, കളിക്കുന്നത്തെ, അങ്ങയുടെ ക്രീഡനകാൻ, കളിക്കോപ്പുകളായിട്ട്, ലോകങ്ങളെ വദന്തിഹി, പറയുന്നുവല്ലോ. അപ്പൊ അങ്ങയുടെ സർവദാ കളിക്കുന്ന അങ്ങയുടെ കളിക്കോപ്പുകളാകുന്നു ഈ 14 ലോകങ്ങളും എന്ന് ആളുകൾ പറയുന്നു. അപ്പൊ ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന് പറയുകയാണ്. സ്ഥിതി ഉൽപ്പത്യപ്യയാനാം ത്വമേകോ ഹേതുർനിരാശ്രയഃ ലോകാൻ ക്രീഡനകാൻ ഈശ ക്രീഡതസ്തേ വദന്തിഹി. ശ്ലോകം 46. ത്വമേവ മൂർധ്നീദം അനന്തലീലയാ ഭൂമണ്ഡലം ബിഭർഷി സഹസ്രമൂർധൻ അന്തേച്ചയ സ്വാത്മനിരുദ്ധ വിശ്വ ശേഷേദ്വതീയ പരിശിഷ്യമാണഃ. സഹസ്രമൂർധൻ ത്വമേവ മൂർധ്നി ഇദം അനന്ത ലീലയാ. ഭൂമണ്ഡലം ബിഭർഷി സഹസ്രമൂർധൻ. സഹസ്രമൂർധൻ, 1000 ശിരസുള്ളവനെ. അനന്തന് 1000 ശിരസാണല്ലോ. 1000 ശിരസുള്ളവനെ. അനന്ത, ഹേ അപരിച്ഛേദ്യ സ്വരൂപ, ത്വമേവ, അങ്ങ് തന്നെ. ഇതം ഭൂമണ്ഡലം, ഈ ഭൂമണ്ഡലത്തെ മൂർധിനി, ശിരസിൽ ലീലയ, കളിയായിട്ട് ബിഭർഷി, ഭരിക്കുന്നു. അപ്പോ അനന്തന്റെ ശിരസിലാണ് ഈ ഭൂമണ്ഡലം ഇരിക്കുന്നത് എന്നാണ് പറയുന്നത്. 1000 ശിരസിന്റെ ഒരു കോണിൽ മാത്രമാണ് ഈ ഭൂമണ്ഡലം. 1000 ശിരസുണ്ടല്ലോ, അതിൽ ഒരു ശിരസിന്റെ ഒരു കോണിൽ മാത്രമാണ് ഈ ഭൂമണ്ഡലം ഇരിക്കുന്നത്. അന്തേ, അവസാനത്തിലും യാതൊരുവൻ സ്വാത്മനിരുദ്ധ വിശ്വ, സ്വാത്മാവിൽ നിരോധിക്കപ്പെട്ട സമസ്തത്തോടും കൂടിയവനായി, അതായത് അവസാനം സൃഷ്ടിച്ചിട്ട് അവസാനം എല്ലാം ലയിപ്പിക്കുന്നതും അങ്ങയിൽ തന്നെ, അദ്വിതീയ, രണ്ടില്ലാത്തവനായി, പരിശിഷ്യമാണക, അവസാനം ഭഗവാൻ മാത്രമേ കാണുകയുള്ളൂ, ശേഷിക്കപ്പെട്ടവനായി ശയിക്കുന്നു. അപ്പോ ഭഗവാൻ തന്നെ ഭൂമണ്ഡലത്തെ ധരിക്കുന്നു. സർവം നശിക്കുമ്പോൾ എന്ത് ചെയ്യുന്നു? മഹാപ്രളയത്തിൽ സകലതിനെയും തന്നിൽ ലയിപ്പിച്ചിട്ട് അന്യമായിട്ടൊന്നുമില്ലാത്ത ഭഗവാൻ മാത്രമായിട്ട് കാരണജലത്തിൽ മഹാവിഷ്ണു രൂപേണ ശയിക്കുകയും ചെയ്യുന്നു. ത്വമേവ മൂർത്തിനീതം അനന്തലീലയ ഭൂമണ്ഡലം ബിഭർഷി സഹസ്രമൂർത്തൻ അന്തേച്ചയ സ്വാത്മനിരുദ്ധ വിശ്വ
ശേഷേ ദ്വിതീയ പരിശിഷ്യമാണക. ശ്ലോകം 47. കോപസ്തേ അഖില ശിക്ഷാർത്ഥം ന ദേശാജ്ഞ ച മത്സരാത് വിഭ്രതോ ഭഗവൻ സത്വം സ്ഥിതിപാലന തത്പരഃ. കോപഃ തേ അഖില ശിക്ഷാർത്ഥം ന ദേശാത് ന ച മത്സരാത് വിഭ്രതഃ ഭഗവൻ സത്വം സ്ഥിതിപാലന തൽപരഃ. സത്വം, സത്വഗുണത്തെ വിഭ്രത ധരിച്ചിരിക്കുന്ന തേ അങ്ങയുടെ കോപഃ ദേഷ്യം അഖില ശിക്ഷാർത്ഥം എല്ലാ ജനങ്ങളെയും പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാകുന്നു. അപ്പോൾ സത്വഗുണത്തെ അവലംബിച്ച് അങ്ങ് ഈ കോപം നിർത്തി തെറ്റി നടക്കുന്ന ദുർജനങ്ങൾക്ക് മഹത്തുക്കളെ ആക്രമിച്ചാലുള്ള ഫലം ഇന്നതാണെന്ന് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങ് ഇത് ചെയ്തത്. ദേശം മൂലമായിട്ടും മത്സരം ഹേതുവായിട്ടോ അല്ല, അങ്ങ് ദേഷ്യം കൊണ്ടൊന്നും അല്ല. അപ്പൊ ദുഷ്ടരായ ഞങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടിയായിട്ടാണ്, അതായത് അധർമ്മത്തിൽ സഞ്ചരിക്കുന്ന ഞങ്ങളെ നേർവഴിക്ക് നടത്താൻ വേണ്ടിയാണ് അങ്ങിത് ചെയ്തത്. അല്ലാതെ ദേഷ്യം കൊണ്ടും മത്സരം കൊണ്ടും ഒന്നും അല്ല. ഭഗവൻ, അല്ലയോ ഭഗവാനെ, ത്വം അങ്ങ് സ്ഥിതിപാലന തത്പര മര്യാദയുടെ പാലനത്തിൽ താല്പര്യമുള്ളവനാണ്. അങ്ങ് ലോക മര്യാദ പാലനത്തിന് ഉപകരിക്കുന്നതാണ്. പരിത്രാണായ സാധൂന വിനാശായ ചതുഷ്കൃത. അപ്പൊ അങ്ങനെ ദുർജനങ്ങളെ നശിപ്പിച്ച് സജ്ജനങ്ങളെ സംരക്ഷിക്കാനാണ് അങ്ങ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് ഞങ്ങൾക്കറിയാം. കോപസ്തേ അഖില ശിക്ഷാർത്ഥം ന ദേശാത് ന മത്സരാത് വിഭ്രതോ ഭഗവൻ സത്വം സ്ഥിതിപാലന തത്പരഃ. ശ്ലോകം 48. നമസ്തേ സർവഭൂതാത്മൻ സർവശക്തിധരാവ്യയ വിശ്വകർമ്മൻ നമസ്തേസ്തു ത്വാം വയം ശരണം ഗതാഃ. നമസ്തേ സർവഭൂതാത്മൻ സർവശക്തിധര അവ്യയ. അപ്പോ ബലരാമനെ വിളിക്കുകയാണ്. സർവഭൂതാത്മൻ എല്ലാ ഭൂതങ്ങളുടെയും ആത്മാവായിരിക്കുന്നവനെ, ശക്തിധര സർവശക്തികളെയും ധരിക്കുന്നവനെ, അവ്യയ വികാരങ്ങളില്ലാത്തവനെ, വിശ്വകർമ്മൻ സകല കർമ്മങ്ങളും നടത്തുന്നവനെ, തേ നമ അസ്തു അങ്ങയ്ക്ക് നമസ്കാരം ഭവിക്കട്ടെ. ത്വാം അങ്ങയെ, വയം ഞങ്ങൾ, ശരണം ഗത ഞങ്ങൾ ഇതാ അങ്ങയെ ശരണം പ്രാപിച്ചിരിക്കുന്നു, അങ്ങയ്ക്ക് നമസ്കാരം എന്ന് പറഞ്ഞ് ഇവരെ കൗരവന്മാർ എന്ത് ചെയ്തു? അവരെല്ലാം ബലരാമനെ വന്ന് സാഷ്ടാംഗം നമസ്കരിച്ചു. നമസ്തേ സർവഭൂതാത്മൻ സർവശക്തിധരാവ്യയ വിശ്വകർമ്മൻ നമസ്തേസ്തു ത്വാം വയം ശരണം ഗതാഃ. ശ്രീശുകവാച. ശ്ലോകം 49. ഏവം പ്രപന്നൈ സംവിഘ്നൈർ വേപമാനായ നൈർബല പ്രസാദിത സുപ്രസന്നോ മാ ഭൈഷ്ടേത്യഭയം ദദൗ. ഏവം പ്രപന്നൈഹി സംവിഘ്നൈഹി, ഇപ്രകാരം പ്രപന്നൈഹി ശരണം പ്രാപിച്ചവരും, സംവിഘ്നൈഹി ഭയപ്പെട്ടവരും, വേപമാന അയനൈഹി ഇളകിക്കൊണ്ടിരിക്കുന്ന വാസസ്ഥലത്തോടു കൂടിയവരുമായ അവരാൽ, അതായത് ഹസ്തിനാപുരം ഇളകിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പേടിച്ച് ആ ഇളകിക്കൊണ്ടിരിക്കുന്ന ഹസ്തിനാപുരത്തോടു കൂടിയവരായ അവരാൽ പ്രസാദിക്കപ്പെട്ടിരിക്കുന്നവനും, സുപ്രസന്നഹ ബലഹ അധികം പ്രസന്നനുമായ ബലരാമൻ എന്തു പറഞ്ഞു? മാ ഭൈഷ്ഠ നിങ്ങൾ പേടിക്കണ്ട, ഇത് എന്ന് അഭയം ദദൗ അവർക്ക് അഭയത്തെ കൊടുത്തു. അപ്പോ അവരെ ബലരാമന് ശരണം പ്രാപിച്ചപ്പോൾ ബലരാമൻ എന്തു പറഞ്ഞു? മാ ഭൈഷ്ഠ നിങ്ങൾ പേടിക്കണ്ട, നിങ്ങളെ ഞാൻ രക്ഷിക്കാം എന്ന് പറഞ്ഞ അഭയത്തെ കൊടുത്തു. അപ്പൊ ശരണം പ്രാപിച്ചവരെ രക്ഷിക്കുന്നത് സാധുധർമ്മമാണ് എന്നുള്ള സംഗതി ബലരാമൻ ഇവിടെ വെളിപ്പെടുത്തുകയാണ്. എന്ത് തെറ്റ് ചെയ്താലും നമ്മൾ ശരണാഗതി പ്രാപിച്ചാൽ അവർക്ക് മാപ്പ് കൊടുക്കാം. ശ്രീശുകവാച. ഏവം പ്രപന്നൈ സംവിഘ്നൈർ വേപമാനായ നൈർബല പ്രസാദിത സുപ്രസന്നോ മാ ഭൈഷ്ടേത്യഭയം ദദൗ. ശ്ലോകം 50. ദുര്യോധന പാരിബർഹം കുഞ്ചരാൻ ഷഷ്ടി
ഹായനാൻ ദദൗ ച ദ്വാദശശതാന്യേ ആയുധാനി തുരങ്കമാൻ. ദുര്യോധനഃ പാരിബർഹം പുഞ്ചരാൻ ഷഷ്ടി ഹായനാൻ. അപ്പൊ ദുര്യോധനൻ തന്റെ മകൾക്ക് സ്ത്രീധനം കൊടുത്തു. എത്രയാണ്? ഷഷ്ടി ഹായനാൻ. 60 വയസ്സുള്ള ദ്വാദശശതാനി 1200 കുഞ്ചരാൻ ആനകളെ. വയസ്സുള്ള 1200 ആനകളെയും ദ്വാദശ ആയുധാനി തുരങ്കമാൻ 1,20,000 കുതിരകളെയും പാരിബർഹം ദതു ശ്രീധനമായിട്ട് കൊടുത്തു. 1200 ആനകളെയും 1,20,000 കുതിരകളെയും ശ്രീധനമായി ദുര്യോധനൻ കൊടുത്തു. രഥാനാം ഷട്ട് സഹസ്രാണി രൗക്മാണാം സൂര്യവർച്ചസാം ദാസീനാം നിഷ്കകണ്ഠീനാം സഹസ്രം ദുഹിതൃവത്സലഹ. പിന്നെന്തോ കൊടുത്തു? രഥാനാം ഷഡ് സഹസ്രാണി, രഥങ്ങൾ തേരുകളുടെ ഷഡ് സഹസ്രാണി 6000. എങ്ങനെയുള്ള തേരുകളാണ്? രൗക്മാണാം സ്വർണമയങ്ങളായും സൂര്യവർച്ചസ സൂര്യകാന്തി ഉള്ളവരുമായ ഷഡ് സഹസ്രാണി 6000 തേരുകള്. നിഷ്കണ്ഠീനാം പതക്കം കണ്ടത്തിലുള്ള ദാസീനാം ദാസികളുടെ സഹസ്രം 1000 ദാസികളെയും ദുഹിതൃവത്സല പുത്രിയിൽ വാത്സല്യമുള്ള ദുര്യോധനൻ കൊടുത്തു. 50-51 വായിക്കാം. ദുര്യോധന പാരിബർഹം കുഞ്ചരാൻ ഷഷ്ടിഹായനാൻ ദദൗ ച ദ്വാദശശതാന്യേ ആയുധാനി തുരങ്കമാൻ. രഥാനാം ഷട്സഹസ്രാണി രൗക്മാണാം സൂര്യവർച്ചസാം ദാസീനാം നിഷ്കകണ്ഠീനാം സഹസ്രം ദുഹൃതുവത്സലഹ. ശ്ലോകം 52. പ്രതിഗൃഹ്യതോ തത്സർവം ഭഗവാൻ സാത്വദർഷഭഃ സസുത സസ്നുഷ പ്രായാത് സുഹൃദ്ഭിർ അഭിനന്ദിതഃ. പ്രതിഗൃഹ്യ തു തത്സർവം അതിനെയെല്ലാം പ്രതിഗൃഹ്യ സ്വീകരിച്ചിട്ട് ദുര്യോധനൻ കൊടുത്ത ഈ ശ്രീധനമെല്ലാം ആനകളെയും കുതിരകളെയെല്ലാം സ്വീകരിച്ചിട്ട് സസുതഃ സുതനോടുകൂടിയവനും, അതായത് പുത്രനായ സാമ്പനോടുകൂടി, സസ്നുഷ സുനുഷ എന്ന് വെച്ചാൽ പുത്രഭാര്യയാണ് സുനുഷ. സസ്നുഷ എന്ന് വെച്ചാൽ പുത്രഭാര്യയോടുകൂടി ഭഗവാൻ ബലരാമൻ സുഹൃത്തുക്കളാൽ അഭിനന്ദിക്കപ്പെട്ടവരായി പ്രയാണം ചെയ്തു. ദ്വാരകയിലേക്ക് യാത്ര തിരിച്ചു. സാമ്പനെയും ലക്ഷ്മണനെയും അതുപോലെ സുഹൃത്തുക്കളും ഈ കൊടുത്ത ശ്രീധനവും എല്ലാമായിട്ട് ദ്വാരകയിലേക്ക് തിരിച്ചു. പ്രതിഗൃഹ്യത്തു തത്സർവം ഭഗവാൻ സാത്വദർഷഭ സസുത സസ്നുഷ പ്രായാത് സുഹൃദ്ഭിർ അഭിനന്ദിതഃ. ശ്ലോകം 53. തതഃ പ്രവിഷ്ട സ്വപുരം ഹലായുധ സമേത്യ ബന്ധൂൻ അനുരക്തചേതസഃ ശശംസ സർവം യദുപുങ്കവാനാം മധ്യേ സഭായാം കുരുഷു സ്വചേഷ്ടിതം. തതഃ പ്രവിഷ്ടഃ സ്വപുരം ഹലായുധഃ. തതഃ അനന്തരം ഹലായുധഃ ബലരാമൻ സ്വപുരം സ്വരാജധാനിയെ, അതായത് ദ്വാരകയിൽ പ്രവേശിച്ചവനായി അനുരക്തചേതസ അനുരാഗമുള്ള മനസ്സോടുകൂടിയ ബന്ധുക്കളെ സമയത്തെ പ്രാപിച്ചിട്ട് യദുപുങ്കവാന യദുശ്രേഷ്ഠന്മാരുടെ സഭാമധ്യത്തിൽ വച്ച് കുരുക്കളിൽ സർവമായ സ്വചേഷ്ടിതം സ്വവ്യാപാരത്തെ ശശംസ പറഞ്ഞു. അപ്പോ ഭഗവാൻ ബലരാമൻ ദ്വാരകയിൽ ചെന്നു. തന്നെ കാണാതെ പ്രയാസപ്പെട്ടിരിക്കുന്ന ബന്ധുക്കളെയൊക്കെ കണ്ടു. എല്ലാവരെയും വിളിച്ച് സഭ കൂട്ടി. കുരുക്കളുടെ അടുത്ത് താൻ ചെന്നതിന് ശേഷം ദ്വാരകയിൽ വന്നതുവരെയുള്ള
എല്ലാ കാര്യങ്ങളും അവരോട് വിസ്തരിച്ച് പറഞ്ഞു. തതപ്രവിഷ്ട സ്വപുരം ഫലായുധ സമേത്യ ബന്ധൂൻ അനുരക്ത ചേതസ ശശംസ സർവം യദുപുങ്കവാനാം മധ്യേ സഭായാം ഗുരുഷു സ്വചേഷ്ടിതം. ശ്ലോകം 54. അദ്യാപിച പുരം ഹ്യേതദ് സൂചയത് രാമവിക്രമം സമുന്നതം ദക്ഷിണതോ ഗന്ധും യാം അനുദൃശ്യതേ. അദ്യ അപി ച പുരം ഹി ഏതത് സൂചയത് രാമവിക്രമം സമുന്നതം ദക്ഷിണതഃ ഗന്ധും യാം അനുദൃശ്യതേ. ഏതത് പുരം, ഈ പട്ടണം, രാമവിക്രമം, ബലരാമ പരാക്രമത്തെ സൂചിപ്പിക്കുന്നതായിട്ട്, അതായത് ഈ ഹസ്തിനപുരം ബലരാമൻ കാട്ടിയ ഈ വിക്രമത്തെ, പരാക്രമത്തെ സൂചിപ്പിക്കുന്നതായിട്ട് യാതൊരു നദിയെ അനുഗമിക്കാനായിക്കൊണ്ട്, അതായത് ഗംഗയിലേട്ട് ചരിഞ്ഞാണ് നിൽക്കുന്നത്. ദക്ഷിണ തെക്കുഭാഗത്തിൽ സമുന്നതം, നന്നായി ഉയർത്തി നിൽക്കുന്നതായിട്ട് അനുദൃശ്യതേ കാണപ്പെടുന്നു. അപ്പൊ ഇപ്പോഴും ആ ഹസ്തിനപുരം ഗംഗയിലോട്ട് ചരിഞ്ഞാണ് നിൽക്കുന്നത്. വലതുഭാഗം കൊണ്ട് ഉയർത്തതായിട്ട് ഗംഗയിൽ ചെന്ന് വീഴാൻ ഭാവിക്കുന്ന മട്ടിലാണ് ഇപ്പോഴും ഹസ്തിനാപുരം കാണപ്പെടുന്നത്. അത് പണ്ട് ബലരാമൻ കലപ്പ കൊണ്ട് വലിച്ച് ഗംഗയിലേക്ക് ഇടാൻ നോക്കിയതാണ്. തതപ്രവിഷ്ട സ്വപുരം ഫലായുധ സമേത്യ ബന്ധൂൻ അനുരക്ത ചേതസ ശശംസ സർവം യദുപുങ്കവാനാം മധ്യേ സഭായാം ഗുരുഷു സ്വചേഷ്ടിതം. അദ്യാപിച പുരം ഹേതത് സൂചയത് രാമവിക്രമം സമുന്നതം ദക്ഷിണതോ ഗന്ധും യാമനുദൃശ്യതേ. ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ ദശമസ്കന്ധേ ഉത്തരാർദ്ധേ ആസ്തിനപുര കർഷണരൂപ സംഘർഷണ വിജയോ നാമ അഷ്ടഷഷ്ടിതമോധ്യായഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഹരി ഗോവിന്ദ. ഹരി ഓം തത്സത്. ഹരി ഓം തത്സത്. ഹരി ഓം തത്സത്.